കൊല്ലം വടക്കേവിള വലിയ കൂനമ്പായിക്കുളം ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് ഭക്തർ ചന്ദ്രപ്പൊങ്കാലയർപ്പിച്ചു. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത രമ, ഡോക്ടർ മീന അശോകൻ, ഡോക്ടർ ജെ ശ്രീകുമാർ അനുരാജ്, പ്രീണ അനുരാജ് എന്നിവരാണ് ചന്ദ്രപ്പൊങ്കലിന് ഭദ്രദീപം തെളിയിച്ചത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വ്രതം നോറ്റ് ഭക്തജനങ്ങൾ രാവിലെ മുതൽ തന്നെ കൂനമ്പായിക്കുളം ക്ഷേത്രസന്നിധിയിലേക്ക് എത്തിത്തുടങ്ങിയിരുന്നു. വൈകിട്ടോടെ ക്ഷേത്രസന്നിധി യാഗശാലയുടെ പ്രതീതിയായി. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത രമ, ഡോക്ടർ മീന അശോകൻ, ഡോക്ടർ ജെ ശ്രീകുമാർ അനുരാജ്, പ്രീണ അനുരാജ് എന്നിവരാണ് ചന്ദ്രപ്പൊങ്കലിന് ഭദ്രദീപം തെളിയിച്ചത്. ക്ഷേത്രം തന്ത്രി ജിതിൻ ഗോപാലും മേൽശാന്തി സുരേഷ് തിരുമേനിയും ചേർന്ന് പണ്ടാര അടുപ്പിലേക്ക് ദീപം പകർന്നു. തുടർന്ന് പൊങ്കാല അടുപ്പിലേക്ക് ദീപം പകർന്നതോടെ ക്ഷേത്രവും പരിസരവും അക്ഷരാർത്ഥത്തിൽ യജ്ഞശാലയായി. ഈ വർഷവും നീലാകാശത്ത് ശ്രീകൃഷ്ണപരുന്ത് ക്ഷേത്രത്തിന് ചുറ്റുവട്ടം ചുറ്റിക്കൊണ്ട് പറന്നത് ഭക്തജനങ്ങളിൽ ദേവീ ചൈതന്യം നിറഞ്ഞു തുളുമ്പുവാൻ കാരണമായി. തിളച്ചുമറിയുന്ന അടുപ്പുകളിൽ ശാന്തിമാർ തീർത്ഥം തളിച്ചതോടെ ചന്ദ്രപ്പൊങ്കലിന് സമാപ്തിയായി. ദീപാരാധന കണ്ടു തൊഴുതതിനു ശേഷമാണ് ഭക്തജനങ്ങൾ ക്ഷേത്ര പരിസരത്തു നിന്നും പോയത്. പൊങ്കാലയർപ്പിക്കുവാൻ എത്തിയവർക്ക് ലഘുഭക്ഷണം, കുടിവെള്ളം മുതലായവ ക്ഷേത്രത്തിൽ സജ്ജീകരിച്ചിരുന്നു. ക്ഷേത്രത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന കുംഭഭരണി മഹോത്സവം 23-നാണ് സമാപിക്കുന്നത്. ചന്ദ്രപ്പൊങ്കലിനും ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് എസ് ഗോപാലകൃഷ്ണൻ, സെക്രട്ടറി അനീഷ് കുമാർ, വൈസ് പ്രസിഡന്റ് സുജി കൂനമ്പായിക്കുളം, ജോയിന്റ് സെക്രട്ടറി എസ് സുജിത്ത്, ട്രഷറർ എസ് സുരേഷ് ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.